ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തന്നെ ഓഹരി പഠനം മലയാളം ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ട്രെൻഡ് ലൈൻ വരയ്ക്കാം, അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു കഴിയുമ്പോൾ അത് സ്ട്രോങ് ആണോ ആ ഒരു ട്രെൻഡ്, അല്ലെങ്കിൽ വീക്ക് ആണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ പഴയ വീഡിയോസ് എല്ലാം നമ്മൾ ഇഷ്ടംപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ അത് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടുകയുള്ളൂ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓഹരി പഠനം മലയാളം ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ട്രെൻഡ് ലൈൻ വരച്ചുകൊണ്ട് എന്താണ് ഗുണം, ഇല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നതുകൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു സ്റ്റോക്കിൻ്റെ ട്രെൻഡ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റോക്ക് ഇപ്പം അപ് ട്രെൻഡിലാണോ ഡൗൺ ട്രെൻഡിലാണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല, ആ ഒരു ട്രെൻഡ് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമുക്ക് ട്രെൻഡ് ലൈൻ നമ്മൾ ഇപ്പം ഡൗൺ സൈഡ് ഇല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ രണ്ട് ഹൈ പോയിന്റ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നത്. അതുപോലെ തന്നെ അപ് ട്രെൻഡിൽ രണ്ട് ലോ പോയിന്റ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നത്. നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ എപ്പോഴും ഹയർ ടൈം ഫ്രെയിമിൽ ട്രെൻഡ് ലൈൻ വരയ്ക്കുക. 5 മിനിറ്റ്സിലൊക്കെ ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും വാലിഡ് ആയിരിക്കില്ല. അത് നമ്മൾക്ക് ഒത്തിരി ഫാൾസ് സിഗ്നൽസ് തരും. അതുകൊണ്ട് മിനിമം ഒരു അവർലി ചാർട്ട്, അതുപോലെ തന്നെ ഡെയിലി ചാർട്ടിലൊക്കെ വരയ്ക്കാം. അപ്പം നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതൊരു ഡൗൺ ട്രെൻഡിലാണുള്ളത് ഹിൻഡാൽകോ. അപ്പം നമ്മൾ ഇതിൻ്റെ ഈ ഒരു പോയിന്റ്, അതാണ് നമ്മളുടെ ഫസ്റ്റ് പോയിന്റ്. ആ ഒരു പോയിന്റിൽ നമ്മൾ വെച്ചിട്ട് അതിൻ്റെ നെക്സ്റ്റ് പോയിന്റിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമ്മളുടെ നെക്സ്റ്റ് പോയിന്റിൽ നമ്മൾ കണക്ട് ചെയ്തു നെക്സ്റ്റ് ഹൈയിൽ. ഈ രണ്ട് ഹൈ ആണ് നമ്മൾക്കൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ വേണ്ട മിനിമം കാര്യം എന്ന് പറയുന്നത്. അതായത് രണ്ട് പോയിന്റ്, രണ്ട് ഹൈയോ ലോ പോയിന്റോ. ഇപ്പോൾ നമ്മൾ ഡൗൺ ട്രെൻഡിലാകുമ്പോൾ രണ്ട് ഹൈ പോയിന്റ്. അതിനുശേഷം നമ്മൾ ആ ഒരു ട്രെൻഡ് ലൈനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ, ആ ഒരു രണ്ട് പോയിന്റിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും തേർഡ് ടൈമും ആ ഒരു പോയിന്റിൽ വന്നിട്ട് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കാം. ഇത് നമ്മൾ ആദ്യം വരച്ച ഫസ്റ്റ് പോയിന്റ്, ഇത് നമ്മളുടെ സെക്കൻഡ് പോയിന്റ്. അതിനുശേഷം നമ്മൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പം തേർഡ് ടൈമും അവിടെ വന്ന് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിനുശേഷം ഫോർത്ത് ടൈം അവിടെ ഒരു ബ്രേക്ക് ഔട്ടാണ് വരുന്നത്, ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടാണ് ആ ഒരു പോയിന്റിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രെൻഡിൻ്റെ ഡയറക്ഷൻ മാറി. നമുക്കവിടെ ബ്രേക്ക് ഔട്ട് കാണാം. നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ആ ഒരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞതിന് ശേഷം അത് വീണ്ടും വന്ന ആ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് തിരിച്ചു കയറി പോകുന്നത്. ട്രെൻഡ് ലൈൻ നമുക്ക് ആക്ച്വലി റെസിസ്റ്റൻസും സപ്പോർട്ടുമായിട്ട് ഫേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ആക്ട് ചെയ്യുന്നു. ഇപ്പം 3 തവണ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈനിൽ ഫേസ് ചെയ്തതിന് ശേഷം 4ാമത്തെ തവണയാണ് നമ്മളവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് വരുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മളുടെ ഒരു ട്രെൻഡ് ലൈൻ ആണെങ്കിൽ അതൊരു ആ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നു, വീണ്ടും വന്ന് റെസിസ്റ്റൻസ് ആ ഒരു ട്രെൻഡ് ലൈൻ ഫേസ് ചെയ്യുന്നു, വീണ്ടും വന്ന് ഫേസ് ചെയ്യുന്നു. അതിനുശേഷം ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് തന്ന് മുകളിലോട്ട് പോകുന്നു. ഒന്നെങ്കിൽ അങ്ങനെ ബ്രേക്ക് ഔട്ട് തന്ന് കണ്ടിന്യൂസ് മുകളിലോട്ട് പോകാം, അല്ലെങ്കിൽ നെക്സ്റ്റ് കേസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ട്രെൻഡ് ലൈനിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യും. അതിനുശേഷം ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് തന്ന് ആ ഒരു റെസിസ്റ്റൻസ് ലൈൻ ഇപ്പം സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതിൽ സപ്പോർട്ട് എടുത്ത് ഇല്ലെങ്കിൽ റീടെസ്റ്റ് ചെയ്തിട്ടാണ് തിരിച്ച് ഫർദർ ഹൈ സൈഡിലോട്ട് പോവുക. ഓക്കെ, അപ്പം അപ്പർ ട്രെൻഡ് ലൈൻ എങ്ങനെയാണ്, ഇപ്പം ഡൗൺ ട്രെൻഡിൽ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രെൻഡ് ലൈൻ എപ്പോഴും ഹയർ ടൈം ഫ്രെയിമിൽ വരയ്ക്കുക, മിനിമം 1 അവറിൽ വരയ്ക്കുക. ഞാനിപ്പോൾ പ്രാക്ടിക്കലി യൂസ് ചെയ്തപ്പോൾ എനിക്കൊരു 1 അവറിലാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. ബാക്കിയുള്ളതിൽ വർക്കൗട്ട് ആകില്ല എന്നല്ല, പക്ഷേ നമ്മൾക്ക് ഫാൾസ് സിഗ്നൽസ് ഹയർ ടൈം ഫ്രെയിമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫാൾസ് സിഗ്നൽസ് എപ്പോഴും കുറവ് ഹയർ ടൈം ഫ്രെയിമിൽ തന്നെയായിരിക്കും. ഓക്കെ, അപ്പം ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഐഡിയാസ് കിട്ടി. അതായത് ഇത് ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ തേർഡ് പോയിന്റിൽ അവിടെ ബ്രേക്ക് ഔട്ട് കിട്ടുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഈ ട്രെൻഡ് ലൈനിൻ്റെ ഈ ആംഗിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു 45 ഡിഗ്രി ഇല്ലെങ്കിൽ അതിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിലാണ് ട്രെൻഡ് ലൈനിൻ്റെ ആ ലൈൻ നമ്മൾ വരച്ചിരിക്കുന്നത്. ഓക്കെ, ആ ഒരു രീതിയിൽ ഇതിപ്പം നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് വരുന്നു, അതിനുശേഷം സ്റ്റോക്ക് അപ് ട്രെൻഡിലോട്ട് ഇല്ലെങ്കിൽ അതിൻ്റെ ട്രെൻഡ് ചേഞ്ച് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ ഒരു ആംഗിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലവർ ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ വളരെ സ്ലോപ്പായിട്ടുള്ളത് ട്രെൻഡ് ലൈൻ വരയ്ക്കും. പക്ഷേ അങ്ങനെയുള്ള ട്രെൻഡ് ലൈൻ എപ്പോഴും നമ്മൾക്ക് ഒത്തിരി ഫാൾസ് സിഗ്നൽസ് തരാറുണ്ട്.
ഇപ്പം ഈ ഒരു പോയിന്റിൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ, അതായത് നല്ല സ്ലോപ്പിലുള്ളത് തന്നെ ഒരു ട്രെൻഡ് ലൈനായിട്ട് കണക്ട് ചെയ്തിട്ട് വരയ്ക്കും. ഇങ്ങനെയുള്ളത് നമുക്ക് എപ്പോഴും ഫാൾ സിഗ്നൽസ് വരും, ഇല്ലെങ്കിൽ അതൊരു വീക്കാണ്. ഇപ്പം നമ്മളുടെ സൂം ചെയ്യാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾറെഡി അത് ഡൗൺ ട്രെൻഡിലാണ്. ആ ഒരു നല്ല ഫാളിൽ ചെറിയൊരു മൈനർ സ്വിങ് എടുത്തിട്ട് കണക്ട് ചെയ്തിട്ട് പല ആൾക്കാരും ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കാറുണ്ട്. പക്ഷേ അത് നമുക്കെപ്പോഴും എഫക്റ്റീവ് ആകാറില്ല. പലപ്പോഴും നമുക്ക് ഫാൾ സിഗ്നൽസ് ആണ് തരാറുള്ളത്. അതുകൊണ്ട് എപ്പോഴും ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ആംഗിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 45 ഡിഗ്രി ഇല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ഇല്ലെങ്കിൽ അതിനോടടുപ്പിച്ച് നിൽക്കുന്ന ആംഗിളിലുള്ള ട്രെൻഡ് ലൈൻസിനായിരിക്കും എപ്പോഴും കൂടുതൽ എഫക്റ്റീവ്. ഇല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ലൈൻ എന്ന് പറയാൻ പറ്റുക. വളരെ സ്ലോപ്പ് ഉള്ളത് നമുക്ക് ഒഴിവാക്കുക. ഇപ്പോൾ ഇതിൽ കണ്ടില്ല, ഈ ഒരു ആംഗിൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു ആംഗിളിന് പകരം ഇതിലിപ്പം താഴെ വരച്ച പോലെ അത്രയും സ്ലോപ്പ് ഉള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഫാൾ സിഗ്നൽസ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് വീക്ക് ട്രെൻഡ് ലൈൻ എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെപ്പറ്റി പറയാം. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് കാണാം ഇത് വളരെ വീക്കായിട്ടുള്ളൊരു ട്രെൻഡ് ലൈനാണ്. നമ്മളെപ്പോഴും ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ ഈ ഒരു ആംഗിളിൻ്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളത് ശ്രദ്ധിക്കണം. പല ആൾക്കാരും തെറ്റായിട്ടത് വരയ്ക്കാറുണ്ട്. ഓക്കെ, അതിനുശേഷം അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് വരുന്നു. ഇപ്പം അതിനുശേഷം ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂഷൻ വരുന്നു. ഓക്കെ, ഇപ്പം ഇതിൻ്റെ കേസിൽ നമ്മളിപ്പോൾ ഒരു അപ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓക്കെ ഈ ഒരു ലെവൽ നമുക്ക് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, നമുക്കവിടെ കാണാൻ പറ്റും സ്റ്റോക്ക് ഒന്ന് റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ടൈമാണ് അവിടെ ഒരു ബ്രേക്ക് ഔട്ട് വരുന്നത്. ഓക്കെ, നമുക്കവിടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് വന്നു. അതിനുശേഷം ആ ട്രെൻഡ് ഫുള്ള് ചേഞ്ച് ആയി. ഓക്കെ, അപ്പം ആ ഒരു റെസിസ്റ്റൻസ് ഇപ്പം നമ്മൾ അപ് ട്രെൻഡിൽ ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 ലോ പോയിന്റ് നമുക്ക് വേണം. അത് നമ്മളുടെ ഫസ്റ്റ് ലോ പോയിന്റ്, ഇത് നമ്മളുടെ സെക്കൻഡ് ലോ പോയിന്റ്. അതിനുശേഷം നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും തേർഡ് ടൈമും ആ ഒരു ട്രെൻഡ് ലൈനിൽ വന്നിട്ടാണ് അതൊരു സപ്പോർട്ട് എടുക്കുന്നത്. അപ്പം ഡൗൺ ട്രെൻഡിൽ നമ്മളുടെ ട്രെൻഡ് ലൈൻ നമ്മൾ വരയ്ക്കുമ്പം മുകളിൽ വരയ്ക്കുമ്പോൾ അതൊരു റെസിസ്റ്റൻസ് ആയും, അതുപോലെ തന്നെ അപ് ട്രെൻഡിൽ നമ്മൾ വരയ്ക്കുമ്പം അതൊരു സപ്പോർട്ടായും ആക്ട് ചെയ്യും. ഇത് നമ്മളുടെ 2 ലോ പോയിന്റ്, ഫസ്റ്റ് ഇത്, സെക്കൻഡ് ഇത്, ആ 2 കണക്ട് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മൂന്നാമത്തത് കറക്റ്റ് അവിടെ വന്നിട്ട് തന്നെയാണ് സപ്പോർട്ട് എടുക്കുന്നത്. ഓക്കെ, അതിനുശേഷമാണ് അവിടെ ഒരു എന്താ പറയുക ട്രയാങ്കിൾ ഫോർമേഷൻ വരുന്നു. അതിനുശേഷം അവിടെ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് വരുന്നത്. അപ്പം ഈ ഒരു പാറ്റേൺ ഫോർമേഷനും കൂടി വന്നതുകൊണ്ട് ഇവിടെ ബ്രേക്ക് ഔട്ട് വരുമ്പോൾ റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് ഇതിന് ശേഷം അവിടുന്ന് വേണമെങ്കിൽ കണ്ടിന്യൂ സബ്സൈഡ് കയറി പോവാം. ഇല്ലെങ്കിൽ ഇനിയുള്ളൊരു വേറൊരു കേസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് തന്ന് കയറി പോകുന്നതിന് പകരം വീണ്ടും ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കയറിയതിന് ശേഷം വന്ന് നമ്മളുടെ ട്രെൻഡ് ലൈന് സപ്പോർട്ട് എടുക്കും. ട്രെൻഡ് ലൈന് സപ്പോർട്ട് എടുത്തിട്ട് പിന്നെ അവിടുന്ന് ഫർദർ ഹൈലോട്ട് പോകും. അതിനാണ് ഇനി വേറൊരു ചാൻസ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് അപ് ട്രെൻഡ് പോകും, ഇല്ലെങ്കിൽ വീണ്ടും തിരിച്ചു വന്ന് നമ്മളുടെ ആ ഒരു ട്രെൻഡ് ലൈനിൽ റീടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് കയറിപ്പോകും. ഓക്കെ, അപ്പം എല്ലാവർക്കും തന്നെ എങ്ങനെ ട്രെൻഡ് ലൈൻ വരയ്ക്കേണ്ടത്, എന്താ പറയുക ഡൗൺ ട്രെൻഡിൽ എങ്ങനെ വരയ്ക്കണം, അതുപോലെ തന്നെ അപ് ട്രെൻഡിൽ എങ്ങനെ വരയ്ക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മിനിമം നമുക്ക് 2 ലോ പോയിന്റ് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. അപ്പം നമുക്ക് ആംഗിൾ എങ്ങനെ വരയ്ക്കണം എന്നുള്ളത് മനസ്സിലായി, അതായത് ഏത് ആംഗിൾ വരച്ചാലാണ് സ്ട്രോങ് എന്നുള്ളത് മനസ്സിലായി. ഇനി അതുപോലെ തന്നെ അടുത്ത ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ പറഞ്ഞ 2 ലോ പോയിന്റ് അടുപ്പിച്ചുള്ളത് എടുക്കാതിരിക്കുക, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റും, നമ്മൾ മുകളിൽ ഒന്ന് കണക്ട് ചെയ്തു, അതിനുശേഷം സെക്കൻഡ് കണക്ട് ചെയ്തു. ഇപ്പം അപ്പർ ട്രെൻഡ് ലൈൻ അപ് ട്രെൻഡിൽ വരച്ച് കഴിഞ്ഞപ്പോഴും ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് പകരം ചില ആൾക്കാർ ഈ ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പം അടുപ്പിച്ചിട്ടുള്ള 2 പോയിന്റ്, ഇപ്പോൾ സൂം ചെയ്ത് കാണിക്കുവാണെങ്കിൽ കണ്ടോ, ഈ ഒരു 2 പോയിന്റ്, ഇങ്ങനെയുള്ള 2 പോയിന്റ് കണക്ട് ചെയ്തുകൊണ്ട് പല ആൾക്കാരും ട്രെൻഡ് ലൈൻ വരയ്ക്കാറുണ്ട്. ഇത് നമ്മളുടെ ഫസ്റ്റ് പോയിന്റ്, ഇത് നമ്മളുടെ സെക്കൻഡ് പോയിന്റ്. ഇങ്ങനെ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെയുള്ള ട്രെൻഡ് ലൈൻ എപ്പോഴും വീക്ക് ആയിരിക്കും. അതിൽ നമുക്ക് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡിലാണെങ്കിൽ അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഫാൾ സിഗ്നൽസ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ അങ്ങനെയുള്ള ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ. അപ്പോൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ ഈ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന് ആംഗിള്, രണ്ടാമത് എടുക്കുന്ന 2 ലോ പോയിന്റുകൾ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുള്ളത് എടുക്കാൻ ശ്രമിക്കുക.
ഇപ്പം ഈ ഒരു ഇതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മളിവിടെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നല്ല ഹൈക്കുള്ളതാണ്. നമ്മളതിൽ ഇങ്ങനെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും വാലിഡ് ആയിരിക്കില്ല. ഓക്കെ. അതുപോലെ തന്നെ ഇതിപ്പം അത് അപ് ട്രെൻഡിൻ്റെ കേസിൽ, ഇതിപ്പം ഡൗൺ ട്രെൻഡിലാണെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ വരയ്ക്കും. മുകളിൽ വരയ്ക്കുമ്പോഴും ഇതുപോലെ തന്നെ ഇത്ര സ്ലോപ്പിലുള്ളത് എടുക്കുമ്പോൾ അതൊരു വാലിഡ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് എപ്പോഴും ട്രെൻഡ് ലൈൻ വരച്ച് ഇല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ ബേസ് ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങളൊരു 45 ഡിഗ്രി ആംഗിളിൽ വരുന്ന സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു 2 പോയിന്റ്. അപ്പം ട്രെൻഡ് ലൈന് വരക്കുമ്പം ഇത് ഡൗൺ ട്രെൻഡിൽ നമ്മൾ മുകളിൽ ട്രെൻഡ് ലൈൻ വരയ്ക്കും, അപ് ട്രെൻഡിൽ നമ്മൾ ഡൗൺ സൈഡ് ട്രെൻഡ് ലൈൻ വരയ്ക്കും. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റും മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഏത് റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. ഓക്കെ. ഇതിപ്പോൾ നമുക്ക് ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ ഡൗൺ ട്രെൻഡ് ആണെന്ന് മനസ്സിലായി. അതിനുശേഷം അവിടെ ഒരു ബ്രേക്ക് ഔട്ട് വരുന്നു. ബ്രേക്ക് ഔട്ട് വന്നു കഴിയുമ്പോൾ എന്തുണ്ടാവും? അവിടെ ട്രെൻഡ് കണ്ടിന്യൂഷൻ ഉണ്ടാവും. അപ് ട്രെൻഡിൻ്റെ കണ്ടിന്യൂഷൻ, അല്ലെങ്കിൽ ട്രെൻഡ് ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് പുതിയ ട്രെൻഡ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു, അപ് ട്രെൻഡ് വരുന്നു. അതിനുശേഷം സ്റ്റോക്ക് സൈഡ് വേസ് പോകുന്നു. സൈഡ് വേസ് പോയിട്ട് വീണ്ടും അവിടുന്ന് ബ്രേക്ക് ഡൗണോ ഇല്ലെങ്കിൽ എന്താ പറയുക ബ്രേക്ക് ഔട്ടോ നടക്കുന്നു. ഇതിപ്പം ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ തിരിച്ച് ബ്രേക്ക് ഔട്ട് പോകും. മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയാണ്. അത് ഡൗൺ ട്രെൻഡിൽ പോയി പിന്നെ അപ് ട്രെൻഡ് വന്നു, സൈഡ് വേസ് വന്നു, വീണ്ടും ഡൗൺ ട്രെൻഡോ അപ് ട്രെൻഡോ കണ്ടിന്യൂ ചെയ്യും. അപ്പം ഇതാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ട്രെൻഡ് ലൈൻ യൂസ് ചെയ്ത് ഇതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുക. ഓക്കെ. അപ്പം എല്ലാവർക്കും തന്നെ വീഡിയോ കണ്ട് എല്ലാവർക്കും തന്നെ ഒരിക്കൽ കൂടി താങ്ക്സ്. വളരെയധികം സപ്പോർട്ട് എല്ലാവരും തന്നെ തരാറുണ്ട്, അതുപോലെ തന്നെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇനിയും ഇതുപോലുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പണിങ്ങിനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്സ്റ്റോക്കിൽ അക്കൗണ്ട് ചെയ്യാൻ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മൊബൈൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യാം.